ചൈനയിലെ വൻമതിൽ പുരാതന ചൈനയിൽ സ്ഥാപിച്ചിട്ടുള്ള വിപുലമായ ബൾവാർക്ക് ഇതുവരെ ഏറ്റെടുത്തിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ കെട്ടിട നിർമ്മാണ പദ്ധതികളിലൊന്നാണ്. വലിയ മതിൽ യഥാർത്ഥത്തിൽ നിരവധി മതിലുകൾ ഉൾക്കൊള്ളുന്നു. അവയിൽ പലതും പരസ്പരം സമാന്തരമായി വടക്കൻ ചൈനയിലും തെക്കൻ മംഗോളിയയിലുമായി ഏകദേശം 2 സഹസ്രാബ്ദങ്ങളായി നിർമ്മിച്ചിരിക്കുന്നു. മിങ് രാജവംശത്തിന്റെ അതായത് 1368 മുതൽ 1644 വരെ കാലത്താണ് മതിലിന്റെ ഏറ്റവും വിപുലവും മികച്ചതുമായ പതിപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ തെക്കുകിഴക്കൻ ലിയോണിംഗ് പ്രവിശ്യയിലെ ഡാൻഡോങ്ങിന് സമീപമുള്ള ഹോ പർവ്വതത്തിൽ നിന്ന് 5500 മൈൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് നിന്ന് ജിയുക്വാൻ പ്രവിശ്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഗാൻസുവിന് പടിഞ്ഞാറ് ജിയായു പാസ് വരെ നീളുന്നു. ഈ മതിൽ പലപ്പോഴും കുന്നുകളുടെയും പർവ്വതങ്ങളുടെയും ശിഖരങ്ങൾ കണ്ടെത്തുന്നു. അത് ചൈനീസ് ഗ്രാമപ്രദേശങ്ങളിൽ പാമ്പുകൾ പായുന്നു. അതിന്റെ നീളത്തിന്റെ 4/1 നദികളും പർവ്വതനിരകളും പോലുള്ള പ്രകൃതിദത്ത തടസ്സങ്ങൾ മാത്രമാണ്. ബാക്കിയുള്ളവയെല്ലാം യഥാർത്ഥമായി നിർമ്മിച്ച മതിലാണ്. ശേഷിക്കുന്ന ചെറിയ നീട്ടുകൾ ചാലുകളോ കിടങ്ങുകളോ ഉണ്ടാക്കുന്നു. ഭിത്തിയുടെ ദൈർഘ്യമേറിയ ഭാഗങ്ങൾ ഇപ്പോൾ അവശിഷ്ടങ്ങളിലാണ്, അല്ലെങ്കിൽ പൂർണ്ണമായും അപ്രത്യക്ഷമായെങ്കിലും ഇത് ഇപ്പോഴും ഭൂമിയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഘടനകളിലൊന്നാണ്. 1987 യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി വൻമതിലിനെ തിരഞ്ഞെടുത്തു. കോട്ട സംവിധാനത്തിന്റെ വലിയ ഭാഗങ്ങൾ BC 7-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ട് വരെയാണ്. BC 3-ാം നൂറ്റാണ്ടിൽ ഒരു ഏകീകൃത ചൈനയുടെ ആദ്യത്തെ ചക്രവർത്തിയായ ഷിഗുവാങ്ഡി നിലവിലുള്ള നിരവധി പ്രതിരോധ മതിലുകളെ ഒരൊറ്റ സംവിധാനത്തിലേക്ക് ബന്ധിപ്പിച്ചു. പരമ്പരാഗതമായി മതിലിന്റെ കിഴക്കൻ ടെർമിനസ് ബോഹായ് തീരത്ത് കിഴക്കൻ ഹെബേ പ്രവിശ്യയിലെ ഷാൻഹായ് പാസ് ആയി കണക്കാക്കപ്പെട്ടിരുന്നു. കൂടാതെ മതിലിന്റെ നീളം ശാഖകളും മറ്റ് ദ്വിതീയ ഭാഗങ്ങളും ഇല്ലാതെ ഏകദേശം 4160 മൈൽ വരെ നീളുമെന്ന് കരുതപ്പെടുന്നു. എന്നിരുന്നാലും 1990 ആരംഭിച്ച ഗവൺമെന്റ് സ്പോൺസേർഡ് അന്വേഷണങ്ങൾ ലിയോണിംഗിലെ മതിലിന്റെ ഭാഗങ്ങൾ വെളിപ്പെടുത്തി. ഏരിയൽ സാറ്റലൈറ്റ് നിരീക്ഷണം ഒടുവിൽ ഈ മതിൽ പ്രവിശ്യയുടെ പല ഭാഗത്തും തുടർച്ചയായി നീണ്ടുകിടക്കുന്നുണ്ടെന്ന് തെളിയിച്ചു. മിങ് മതിലിന്റെ മൊത്തം നീളം 2009 പ്രഖ്യാപിച്ചു. ഇന്ന് നിലനിൽക്കുന്ന വൻമതിലിന്റെ ഭൂരിഭാഗവും ഹോസെ ചക്രവർത്തിയുടെ അതായത് 1487 മുതൽ 1505 വരെ ഭരണകാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണ്. ഇഷ്ടികകൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് വൻമതിൽ പ്രധാനമായും നിർമ്മിച്ചത് മണ്ണ്, കല്ലുകൾ, മരം എന്നിവ കൊണ്ടാണ്. എന്നിരുന്നാലും മിങ് കാലഘട്ടത്തിൽ മതിലിന്റെ പല ഭാഗങ്ങളിലും ഇഷ്ടികകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. അതുപോലെ ടൈലുകൾ, കുമ്മായം, കല്ല് തുടങ്ങിയ വസ്തുക്കളും. ഇഷ്ടികകളുടെ വലുപ്പവും ഭാരവും മണ്ണിനെയും കല്ലിനെയും അപേക്ഷിച്ച് അവ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് എളുപ്പമാക്കി. അതിനാൽ നിർമ്മാണം വേഗത്തിലായി. കൂടാതെ ഇഷ്ടികകൾക്ക് കൂടുതൽ ഭാരം വഹിക്കാനും മണ്ണിനേക്കാൾ നന്നായി സഹിക്കാനും കഴിയും. ഇഷ്ടികയേക്കാൾ നന്നായി കല്ലിന് സ്വന്തം ഭാരം താങ്ങാൻ കഴിയും, പക്ഷേ ഉപയോഗിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. തൽഫലമായി ചതുരാകൃതിയിലുള്ള ആകൃതിയിൽ മുറിച്ച കല്ലുകൾ അടിത്തറയ്ക്കും അകത്തെയും പുറത്തെയും അരികുകൾക്കും മതിലിന്റെ കവാടങ്ങൾക്കും ഉപയോഗിച്ചു. മതിലിന്റെ ബഹുഭൂരിപക്ഷത്തിന്റെയും മുകൾ ഭാഗത്ത് ബാറ്റമെന്റുകൾ നിരത്തിയിരിക്കുന്നു. പ്രതിരോധ വിടവുകൾ 30 സെന്റിമീറ്ററിൽ കൂടുതൽ ഉയരവും ഏകദേശം 23 സെന്റിമീറ്റർ വീതിയുമുണ്ട്. പാരപെറ്റുകളിൽ നിന്ന് കാവൽക്കാർക്ക് ചുറ്റുമുള്ള ഭൂമി പരിശോധിക്കാൻ കഴിയും. സ്റ്റിക്കി റൈസ് മോർട്ടാർ, അതിൽ സ്റ്റിക്കി റൈസ് സൂപ്പ്, സ്ലേറ്റ് കുമ്മായം കലർത്തി ഇഷ്ടികകൾ ഒരുമിച്ച് പിടിക്കാൻ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. പിന്നെ ഇഷ്ടികകൾ ബന്ധിപ്പിക്കാൻ ഗ്ലൂട്ടിനസ് റൈസ് മോർട്ടാർ ഉപയോഗിച്ചു. ഇത് സാധാരണ കുമ്മായം മോർട്ടറിനേക്കാൾ വളരെ ശക്തവും ജലപ്രതിരോധ ശേഷിയുള്ളതുമാണ്. വൻമതിൽ വിഷമുള്ളതാണ്. ഉറുമ്പുകൾ പോലുള്ള പ്രാണികൾ മതിലിൽ മണ്ണൊലിപ്പ് തടയാൻ ആർസനിക് എന്ന വിഷം രാജാക്കന്മാർ ഉപയോഗിച്ചു. നഗര ഐതിഹ്യത്തിന് വിരുദ്ധമായി മനുഷ്യന്റെ അസ്ഥികളോ ശരീരഭാഗങ്ങളോ മോർട്ടറിലോ മതിലിന്റെ ഏതെങ്കിലും ഭാഗത്തോ ഒരിക്കലും ഉൾപ്പെടുത്തിയിട്ടില്ല. വൻമതിലിന്റെ നീളത്തിലുള്ള സൈനിക യൂണിറ്റുകൾ തമ്മിലുള്ള ആശയവിനിമയം, ശക്തിപ്പെടുത്തലുകൾ വിളിക്കാനും ശത്രു നീക്കങ്ങളെക്കുറിച്ച് ഗാരിസണുകൾക്ക് മുന്നറിയിപ്പ് നൽകാനുമുള്ള കഴിവ് ഉൾപ്പെടെ ഉയർന്ന പ്രാധാന്യമുള്ളതായിരുന്നു. സിഗ്നൽ ടവറുകൾ അവയുടെ ദൃശ്യപ്രഖ്യായി കുന്നിൻ മുകളിലോ മതിലിലെ മറ്റ് ഉയർന്ന സ്ഥലങ്ങളിലോ നിർമ്മിച്ചിരുന്നു. അതിലൂടെ പോകുന്നവർക്കെതിരെ ഒരു കെണിയായി മരക്കവാടങ്ങൾ ഉപയോഗിക്കാമായിരുന്നു. ബാരക്കുകൾ, സ്റ്റേബിളുകൾ, ആയുധപ്പുരകൾ എന്നിവ മതിലിന്റെ ഉൾഭാഗത്തിന് സമീപമായിരുന്നു നിർമ്മിച്ചിരുന്നത്. ചൈനയിലെ ആദ്യത്തെ ചക്രവർത്തിയായ ക്വിൻ ഷി ഹുവാങ്
വസന്തകാലത്തും ശരത്കാലത്തും അതായത് BC 771 മുതൽ 476 വരെ വാറിംഗ് സ്റ്റേറ്റ് കാലഘട്ടങ്ങളിലും അതായത് BC 475 മുതൽ 221 വരെ വിവിധ സംസ്ഥാനങ്ങൾ നിർമ്മിച്ച കോട്ടകളെ പുതുതായി സ്ഥാപിതമായ ക്വിൻ രാജവംശത്തെ അതായത് BC 221 മുതൽ 206 വരെ ഇന്നർ ഏഷ്യയിൽ നിന്നുള്ള നാടോടികളുടെ കടന്നുകയറ്റത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ബന്ധിപ്പിച്ചതോടെയാണ് ചൈനയിലെ വൻമതിലിന്റെ ചരിത്രം ആരംഭിച്ചത്. ചുവരുകൾ മണ്ണിൽ ഇടിച്ചു നിരത്തി നിർബന്ധിത തൊഴിലാളികളെ ഉപയോഗിച്ച് നിർമ്മിച്ചു. BC 212 ആയപ്പോഴേക്കും ഗ്യാൻസുവിൽ നിന്ന് തെക്കൻ മഞ്ചൂറിയയുടെ തീരത്തേക്ക് നീണ്ടു.